ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ജിന്നിന്റെയും പോറിന്റെയും ഫ്ലൂക്കിന്റെയും ടിയുടെയും ടോപ്പിന്റെ പാസ്റ്റ് ലൈഫ് കാണിച്ചുകൊണ്ടാണ്. ആ ഒരു ടൈമിൽ പിയും ടാനും വൈറ്റ് ഇവിടെ കൂടെ ഇല്ല. ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ടോപ്പിന്റെയും ടിയാണ്. ടിയാന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ചോണ്ട് വരികയാണ്. അവൻ പുതിയൊരു ക്യാരക്ടറിനെ എടുത്തിട്ടുണ്ട്. ഈ പുതിയ ക്യാരക്ടറിനെ എടുത്തു, നിനക്ക് ഇത്രയധികം ക്യാഷ് എവിടുന്ന എന്നെ കൂടി ഹെൽപ്പ് ചെയ്യാന്നൊക്കെ നമ്മുടെ ടോപ്പ് ചോദിക്കുമ്പോഴേ നിനക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, കുറച്ചത് പോറിന്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്ക്, അപ്പൊ നിനക്ക് ഒരുപാട് ക്യാഷ് കിട്ടുന്നൊക്കെ നമ്മുടെ ടീ പറയുന്ന കേൾക്കുമ്പോഴേ ടോപ്പാന്നുണ്ടെങ്കിലേ നീ എന്ത് പറഞ്ഞത്, എന്റെ വീട്ടുകാരൊന്നും അതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ക്ലാസ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഓരോ ജെന്നിന്റെ അടുത്ത് ഫ്ലോക്കിന്റെ അടുത്ത് സംസാരിക്കുന്നതും കേട്ടോണ്ടാണ്. ഇവന്മാരകത്തേക്ക് ചെല്ലുമ്പോഴേ ഇവന്മാരത്തും ചോദിക്കുന്നുണ്ട്, അത് വേറൊന്നല്ല സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം കണ്ടസ്റ്റ് വരുന്നുണ്ട്, സബ്ജക്ട് എന്ന് പറയുന്നത് മോഡേൺ തായ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാരും ഓക്കെ ആവുന്നുണ്ട്, പക്ഷെ നമ്മുടെ ടീം മാത്രം ഓക്കെ ആവുന്നില്ല. അവനാന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട എന്നുള്ള മട്ടി നിൽക്കുകയാണ്. പ്ലീസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചേക്ക്, അതിൽ നമ്മൾ പങ്കെടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വിൻ ചെയ്യും. വിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മൂവി എടുക്കാനുള്ള ബഡ്ജറ്റ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൂവി ആണെന്നുണ്ടെങ്കിൽ ഫെസ്റ്റിവൽ പ്ലേ ചെയ്യാനും പറ്റും. നീ ഓക്കെ ആവത്തില്ല എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നീ എന്തൊക്കെയാ പറയുന്നത്, അതിന് തന്നെ ഒരു കഥ വേണ്ടേ, കഥയൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വരും നമ്മുടെ ടീം. എന്റെ ഒരു കഥയുണ്ട്, ഒരു കാടിന് നടുക്കൊരു വീട്, അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോപാത്തായിട്ടുള്ള ഒരു കില്ലർ ഉണ്ട്, അയാളാന്നുണ്ടെങ്കിൽ എല്ലാരും വേട്ടയാടി കൊല്ലുന്നു. എങ്ങനെയുണ്ട് എന്റെ കഥയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ടീ ആണെങ്കിൽ നീ എന്തോ പറയുന്നത്, നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് എന്നെ മോഡേൺ തായി എന്നാണ്, പിന്നെ ഈ ഒരു കൊള്ളാത്ത കഥയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ പോറാണെങ്കിൽ നീ എന്തോ ഈ പറയുന്നത്, നമ്മൾ പുതിയ കഥകൾ കൊണ്ടുവന്നാലല്ലേ അത് ഇൻട്രസ്റ്റിംഗ് ആവത്തുള്ളൂ, എല്ലാവരും ഒരേപോലെയുള്ള കഥകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും, അതുകൊണ്ട് നമുക്ക് ഈ ഒരു കഥ തന്നെ മതി എന്നൊക്കെ പറയുമ്പോഴേ ചെയ്യാന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എനിക്ക് ഇതൊന്നും ചെയ്യണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഡിസപ്പോയിന്റഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നും പറഞ്ഞിട്ടുണ്ട് അവനാന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തൊട്ടുപോലെ തന്നെ നമ്മുടെ പോറും ഫ്ലോക്കും വെച്ച് പിടിക്കുകയാണ്. അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, നീ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു മൂവി എടുക്കാൻ പറ്റും, മൂവി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് വെച്ചിട്ട് തിയേറ്ററിൽ ഓടിക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് കിട്ടും, നീ ഇന്ന് ചിന്തിച്ചു നോക്കി എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ അതിലങ്ങ് വീണുമാണ്. അവന് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴുന്ന പാർട്ടിയാന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഓക്കെ, നാളെ തന്നെ നല്ല നല്ല ഐഡിയാസും കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഐഡിയ പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാ സ്ക്രിപ്റ്റ് എഴുതുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആരാ എന്തോന്ന് പരസ്പരം ആർക്കും തന്നെ അറിയത്തില്ല, ആരും തന്നെ ഓക്കെയും പറയുന്നില്ല. ഇവരിനി എന്തോ ചെയ്യാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടേക്ക് നമ്മുടെ കഥാപാത്രം എത്തുന്നുണ്ട്. നമ്മൾ ഇത്രയും നാളും തേടിയാണെന്ന കഥാപാത്രം, അവന്റെ പേര് നോൺ എന്നാണ്. ഇവരെ കണ്ട പാടത്തിന് ഇവരൊക്കെ അങ്ങനെ കളിയാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. ഗ്രീസി ഹെഡ് എന്നാണ് ഇവനെ എല്ലാവരും നോർമലി വിളിക്കാറ്. വന്ന പാടത്തിന് ടോപ്പാന്നുണ്ടെങ്കിൽ ഗ്രീസി ഹെഡ് നീ എന്താ ഇവിടേക്ക് വന്നത്, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഷാമ്പൂ ഒന്നും കൊടുക്കുന്നില്ല, നിനക്ക് ഷാമ്പൂ ഇട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി കഴുകണമെന്നൊക്കെ പറഞ്ഞ് ടോപ്പ് കളിയാക്കുന്നുണ്ട്. നോണാന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ഷോർട്ട് ഫിലിം എടുക്കുന്ന പോലെ അല്ല, നിങ്ങളൊരു വ്ലോഗ് എടുക്കുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ എടുക്കണം. നിങ്ങളാന്നുണ്ടെങ്കിൽ ഒരു കാടിന്റെ നടുക്കുള്ള വീട്ടിലേക്ക് ട്രിപ്പ് പോവാണ്, അപ്പൊ അവിടെ വെച്ചാന്നുണ്ടെങ്കിൽ ഒരു സൈക്കോ പാത്തായിട്ടുള്ള കില്ലറിനെ കണ്ടുമുട്ടുന്നുണ്ട്. അയാളാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് എടുക്കണം, അതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവന്മാരെല്ലാം കളിയാക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജിൻ മാത്രം നോണ് തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എടാ ജിന്ന എങ്ങനെയൊന്നും നോക്കല്ലേട്ടാ, ഞാൻ നിന്നെയും പിയെയും വെച്ചോണ്ട് ഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്, ആവശ്യമില്ലാത്ത നോട്ടം കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ അവൻ അവിടുന്ന് പോയി കഴിഞ്ഞ പാടെ തന്നെ ഇവന്മാരെല്ലാരും കൂടി കളിയാക്കി ചിരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. പക്ഷെ നമ്മുടെ ജിന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, അതുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്, നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഇവന്മാരെല്ലാം ഓക്കെ പറയുന്നുണ്ട്. പോറാന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരാൾ എന്തായാലും വേണമല്ലോ, അത് നമ്മുടെ നോണിനെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കാം. പക്ഷെ ആരാ പോയിച്ചെന്ന് സംസാരിക്കാന്ന് പറയുമ്പോഴേ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്നെ ആ ഒരു കാര്യത്തിൽ നീ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്, ഞാൻ പോയിച്ചെന്ന് സംസാരിക്കത്തില്ല, എനിക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്ന് പറയണേ. ബാക്കിയുള്ളവന്മാരും ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പോറാന്നുണ്ടെങ്കിൽ എന്തായാലും അവൻ്റെ അടുത്ത് പോയിച്ചെന്ന് സംസാരിക്കണം, എൻ്റെ കൂടെ ആരും ഇല്ലേ വരാനെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ജിന്നാണ് കൂടെ ചെല്ലുന്നത്. രണ്ടുപേരും ചെന്ന് നിന്ന പാടെ തന്നെ ജിന്നാന്നുണ്ടെങ്കിൽ ഇത് നിന്റെ പ്രോജക്റ്റ് അല്ലേ, നീ പോയിച്ച് സംസാരിക്കാൻ പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ പ്ലീസറാ നീ പോയിച്ച് സംസാരിക്കുക, എനിക്ക് അവൻ്റെ അടുത്ത് പോയിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമേ അല്ല എന്ന് പറയണേ. ഇവിടെ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്തേക്ക് ജിന്നു പോയി ചെന്നിരുന്നിട്ട്, നീ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിലെ അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, സോ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് നീ എഴുതോ, നീയാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് ഹൊറർ മൂവീസ് ഒക്കെ എഴുതാറില്ലേ, അതൊക്കെ എനിക്കറിയാം, പ്ലീസ് നീ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കാലിലേക്ക് കൈ വെക്കുന്നുണ്ട്. അന്നിട്ട് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഒരുമാതിരി നോട്ടം നമ്മുടെ ജിന്നെ നോക്കുന്നുണ്ട്, ജിന്നും നോണിനെ നോക്കുന്നുണ്ട്. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിക്കോണം, ഞാൻ അല്ലെങ്കിൽ സ്ക്രീനിൽ കയറി വന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ചു വിടും. നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പറഞ്ഞ പോലെ തന്നെ നോണാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരുന്നുണ്ട്. സ്ക്രിപ്റ്റ് പറയുന്നത് 5 ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഒരു കാടിന്റെ നടുക്കുള്ള വീട്ടിലേക്ക് യാത്ര പോവാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ചാന്ത എന്ന് പറഞ്ഞ സ്റ്റാച്യു ഉണ്ട്. ആ ഒരു ചാന്തയെ പറ്റി പുറം ലോകം അറിഞ്ഞു വെച്ചേക്കുന്നത് അവിടെയുള്ള ആൾക്കാരെല്ലാം അതിന് ബലി കൊടുക്കുമെന്നാണ്.
കാണുകയാണ്. അതേപോലെ തന്നെ അവിടെ വെച്ച് ഇവരാന്നുണ്ടെങ്കിൽ ഒരു കൊലയാളിയെ കാണുന്നുണ്ട്. ഒരു സൈക്കോപാത്തായിട്ടുള്ള കൊലയാളി. അവരാന്നുണ്ടെങ്കിൽ ഇവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വരുന്നത്? ആ ഒരു കഥയാണ് ഇവിടെ നമ്മുടെ നോൺ പറയുന്നത്. പക്ഷെ നമ്മുടെ പോണ്ടാന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡിങ് അങ്ങോട്ട് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവനാന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിങ് കൊള്ളത്തില്ല. നീ അത് മാറ്റണം എന്ന് പറയാണ്. ഒപ്പം തന്നെ ടോപ്പും പറയുന്നുണ്ട് ഇതിനകത്തുള്ള എന്റെ സ്ക്രീൻ ടൈം കുറച്ചുകൂടി കൂട്ടണം. എനിക്കൊന്ന് ഷൈൻ ചെയ്യാനുള്ള എന്നൊക്കെ. അതും പറഞ്ഞിട്ട് ഗ്രീസി ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ജിന്നാന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്തിനാണ് അവനെ ഇങ്ങനെ വിളിക്കുന്നത്? അവനൊരു പേര് ടൈപ്പ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ അങ്ങനെ വിളിച്ചാലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേ ടോപ്പാണെങ്കിൽ നിനക്ക് അറിഞ്ഞൂടായോ അവന്റെ പേര് ഗ്രീസി ഹെഡ് എന്നാണ്. എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ മാത്രം വിളിക്കുക എന്ന എന്തോ കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡോണാന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവനവിടെ അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്ന രാത്രിയാണ്. രാത്രിയായിട്ട് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് ആ ഒരു സ്കൂളിൽ തന്നെ ഇരുന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവന്റെ അടുത്തേക്കാന്നുണ്ടെങ്കിൽ ജിന്നു വരുന്നുണ്ട്. നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ എന്ന് ചോദിച്ചോണ്ട് ഇല്ല കുറച്ചുകൂടി വർക്കുണ്ട്, അതും കൂടി തീർത്തിട്ട് വീട്ടിൽ പോകുന്ന നമ്മുടെ നോണും. ജിന്നാന്നുണ്ടെങ്കിൽ നിനക്ക് ശരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്, നീ എപ്പോഴും സ്മൈൽ ചെയ്തോണ്ടായിരുന്നല്ലോ ഇതൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് സിനിമയൊക്കെ കാണാറുണ്ട്, അതോടൊപ്പം തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ജിൻ നിനക്ക് സിനിമ കാണുന്നത് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിന്റെ സ്ക്രിപ്റ്റ് എന്ത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നാണെങ്കിൽ നമ്മുടെ നോണിന്റെ തോളത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചാഞ്ഞ് നടക്കുന്നുണ്ട്. നോണാന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ നോക്കുവാണ്, ജിന്നു ഇവനെ തന്നെ നോക്കുന്നുണ്ട്. എന്നാലും ജിന്നാണെങ്കിൽ ഇതിനകത്ത് വരുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ഇവർ രണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേ പെട്ടെന്നാന്നുണ്ടെങ്കിൽ നമ്മുടെ നോണിന് അവന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. നീ ഇപ്പോഴും സ്കൂളിൽ തന്നെയാണ് നിൽക്കുന്നത്, വാ വീട്ടിലേക്ക് വാ, ഒരുപാട് സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നോണാണെങ്കിൽ ജിന്റെ അടുത്ത് നാളെ കാണാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന നമ്മുടെ നോണിന്റെ അമ്മയും അച്ഛനെയാണ്. നോണിന്റെ കുടുംബം എന്ന് പറയുന്നത് തീരെ പാവപ്പെട്ട കുടുംബമാണ്, ക്യാഷിനൊക്കെ ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ട്. അവർ സംസാരിക്കുന്നത് നോണിന്റെ ബ്രദർ ആയിട്ടുള്ള ന്യൂയെ പറ്റിയിട്ടാണ്. ന്യൂ ഇപ്പൊ പഠിക്കുന്നത് അബ്രോഡിലാണ്, അപ്പൊ അവന് ക്യാഷ് അയച്ചു കൊടുക്കണം, അതിനുള്ള അത്രയും ക്യാഷ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എമർജൻസി ലോൺ എടുക്കാം എന്നിട്ട് അവന് ക്യാഷ് അയച്ചു കൊടുക്കാന്ന് പറയണേ. ആ ഒരു സമയത്ത് അവിടേക്ക് നോൺ വരുന്നുണ്ട്. നോൺ കണ്ട പാടെ തന്നെ എന്താ ഇത്ര അധികം ലേറ്റ് ആയെന്നാണ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ നോണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് മാറി വലിച്ച് ഫുഡൊന്നും കഴിക്കാതെ നീ സാവാശി ഇരുന്ന് കഴിക്കുക, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്ത് തീർക്കാറുണ്ടോ, ഇന്നലെ നൈറ്റ് നിന്റെ റൂമിൽ ഞങ്ങൾ വെട്ടം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അത് എന്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യണം, അവർക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ഫിലിം എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറയുമ്പോൾ അച്ഛനാന്നുണ്ടെങ്കിൽ അവര് നിന്നെ ഇൻവൈറ്റ് ചെയ്തോന്നാണ് ചോദിക്കുകയാണ്. അത് നമ്മുടെ നോണാണെങ്കിൽ അവര് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്ന്. അപ്പൊ അമ്മയാണെങ്കിൽ നോൺ നീ ഈ ഒരു സമയത്ത് പഠിത്തത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, വെറുതെ ഈ ഒരു കാര്യത്തിനൊന്നും നടക്കണ്ട, നീ നല്ലോണം പഠിക്കാന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ചേരനെ പോലെ തന്നെ അബ്രോഡിൽ പോയി പഠിക്കാനുള്ള അവസരം കിട്ടുമെന്ന് പറയുമ്പോൾ അച്ഛനും അതേന്ന് പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ നോണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. ഇവ നേരെ വരുന്ന റൂമിലേക്കാണ്. റൂമിലേക്ക് വന്ന പടത്തിന് ഇരുന്നാന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി തുടങ്ങുവാണ്. അതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവന് എന്തിനോ ഉള്ള ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ടാബ്ലറ്റ് കഴിച്ച പടം തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഹാർട്ടിന്റെ സിമ്പിളുള്ള ഒരാളുടെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് അയച്ച ആളുടെ പേര് സേവ് ചെയ്തിട്ടില്ല, പകരം ഒരു ഹാർട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ചോന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മളെ നോണാന്നുണ്ടെങ്കിൽ ആ കഴിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് റിപ്ലൈ എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ജിന്റെ അടുത്തുനിന്ന് മെസ്സേജ് വരികയും ചെയ്യുന്നുണ്ട്, നീ വീട്ടിൽ എത്തുന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിന് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അവ ഫോൺ മാറ്റി വെച്ചിട്ട് പിന്നെ സ്ക്രിപ്റ്റ് എഴുതാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവനാ എഴുതിയ ആ ഒരു സ്ക്രിപ്റ്റും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് വരികയാണ്. പക്ഷെ ഇവന്മാരാന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഇത് ശരിയല്ല മറ്റേ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിട്ട് അങ്ങ് ഇടങ്ങേറ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തിരിക്കുന്ന നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തേ സംസാരിക്കുന്നത്, ഇവരെന്തായാലും സ്ക്രിപ്റ്റ് എഴുതി ഫുള്ളാക്കട്ടെ, അതിനുശേഷം നമുക്ക് അതിനകത്ത് വല്ല മാറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കാന്ന് പറയുമ്പോഴേ പോറാന്നുണ്ടെങ്കിൽ നോണിന്റെ അടുത്ത് നീ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ ശേഷം സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് ടൈമൊന്നും കിട്ടത്തില്ല, ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ട്യൂഷൻ പഠിക്കാൻ പോകുന്നിടത്ത് നീയും കൂടി വാ, നിനക്കുള്ള പേയ്മെന്റ് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഷോൾഡറിലേക്ക് ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. കൈ വെച്ച പാടെ തന്നെ പോറാന്നുണ്ടെങ്കിൽ നോൺ കാണാതെ അവന്റെ കൈ എടുത്തിട്ട് നേരെ ടോപ്പിന്റെ മേത്തേക്ക് വെച്ച് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമല്ല നമ്മുടെ നോണിനെ ഇവർക്ക് ആർക്കും. ജിന്നാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അവന് നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഓരോരുത്തരും വിശ്വസിച്ച് വരുമ്പോഴാണ് ഓരോരുത്തരായിട്ട് പ്രശ്നമായിട്ട് മാറുന്നത്. അങ്ങനെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാരും ആ ട്യൂഷൻ ക്ലാസ്സിന് പോവാണ്. അതിന്റെ ഇടയ്ക്ക് വെച്ച് ആ ഒരു സാറാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിന് ആരും തന്നെ മറുപടി പറയുന്നില്ല. അതിനുള്ള ആൻസർ നമ്മുടെ നോണാണ്. നോണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താന്നൊക്കെ. ഇതേക്കുന്ന ടോപ്പാന്നുണ്ടെങ്കിൽ അവന്റെ പേര് ഗ്രീസി എന്നാണെന്ന്. ഇതേക്കുന്ന സാറാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, നിന്റെ അടുത്ത് ഞാൻ പേര് ചോദിച്ചോടാ, ഞാൻ ചോദിച്ചത് ഇവന്റെ അടുത്തല്ലേ, ഇവൻ പറയട്ടെ എന്ന് പറയുമ്പോഴും പോറാന്നുണ്ടെങ്കിൽ ഒരു ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നോണാന്നുണ്ടെങ്കിൽ അവന്റെ പേരും പറയാണ്. സാറാന്നുണ്ടെങ്കിൽ നല്ല തന്നെ നമ്മുടെ നോണയാന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം നോണ് വീട്ടിൽ വരുന്നത് താമസിച്ചാണ്. അതുകൊണ്ട് തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് ഇത്ര നേരം നീ എവിടെ പോയെന്നൊക്കെ. അത് ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു അമ്മ എന്ന്. ഇവനും ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നോ, അതിന്റെ ഫീസ് ആരാ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ഫ്രണ്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ റൂമിലേക്ക് കയറി പോവാണ്. അമ്മയാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഡൗട്ട് അടിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. പിറ്റേ ദിവസം ഹാപ്പി ആയിട്ടാണ് നമ്മളെ നോണാന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് ചെല്ലുന്നത്. അവനാന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്ന സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ചെന്നിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഫുള്ള് സ്റ്റുഡൻസ് ഇരിക്കുകയാണ്. എന്താ പിന്നെ വേറെ എവിടെയെങ്കിലും ഇരിക്കാലോ എന്ന് പറഞ്ഞ് ഇവൻ പോകേണ്ടി ഒരുക്കുമ്പോൾ അവിടേക്ക് പോറ് വന്നിട്ട് ഭയങ്കര സ്നേഹത്തിൽ ഇവന്റെ തോളത്തൂടെ കൈയൊക്കെ ഇട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ട് അവൻ അവിടെ ഇരുത്തുന്നൊക്കെ ഉണ്ട്. ഭയങ്കര സ്നേഹത്തിലാണ് ഇവന്റെ അടുത്ത് പെരുമാറുന്നത്. ഇതൊക്കെ കാണുമ്പോഴേ നോണ് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവനിങ്ങനെ
ഉറക്കമുളച്ചിരുന്നിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം അവൻ വന്നിട്ട് ഇവന്മാരടുത്ത് പറയുന്നുണ്ട് ഞാനാന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവന്മാരെല്ലാം ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. പോറാന്നുണ്ടെങ്കിൽ നീ സൂപ്പറാണ് ഗ്രീസി അങ്ങനെയല്ലേ ടോപ്പ് എന്ന് പറഞ്ഞ് ടോപ്പിന് നോക്കുമ്പോൾ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അന്നേരം പോറാന്നുണ്ടെങ്കിൽ കണ്ണ് കാണിക്കുന്നുണ്ട്. ടോപ്പാന്നുണ്ടെങ്കിൽ ആ ശരി ശരിയാന്ന് പറഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ നോണ്ട കഴുത്തിൽ കൂടെ കൈയിട്ട് അങ്ങനെ അങ്ങ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ടീയാന്നുണ്ടെങ്കിൽ ജിന്റെ അടുത്ത് എന്തോ പറയേണ്ടി വരുന്നുണ്ട്. ജിന്നാന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്തോ നീ പറഞ്ഞെന്നു ചോദിക്കുമ്പോഴത്തേക്കും ടീയാന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ ഓക്കെ ഗൈസ് എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ്. ടീ പോകുന്ന കാണുമ്പോൾ ജിന്ന് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്. ജിന്നാന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഓക്കെ ഫ്ലോക്ക് നമുക്ക് അടക്കം പോകാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അവരോടൊപ്പം പോറും ടോപ്പും അവിടുന്ന് പോകുന്നുണ്ട്. പോറാന്നുണ്ടെങ്കിൽ എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ നോണിന്റെ മേലത്ത് ടച്ച് ചെയ്തല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പിന്റെ മേത്ത് വെച്ച് തുടയ്ക്കുന്നുണ്ട്. നോണാന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് ഒറ്റയ്ക്കാവാണ്. ഇനിയിപ്പോ ഇവന്മാർക്കാന്നുണ്ടെങ്കിൽ നോണിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അവന്മാർക്ക് വേണ്ടുന്ന കാര്യം കിട്ടിയില്ലേ. ആ ഒരു സമയത്തേക്ക് അവിടേക്കാന്നുണ്ടെങ്കിൽ ഇവരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആ ഒരു സാറ് ഇറങ്ങി വരുന്നുണ്ട്. സാറാന്നുണ്ടെങ്കിൽ ഇവനെ കണ്ട പാടത്തിനെ നോൺ നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നീ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നു ചോദിക്കുമ്പോഴേ നോണാണെങ്കിൽ ഞാൻ കാറ് വിളിച്ച് പോയിക്കോളാം സാറെന്ന് പറയുന്നത്. നീ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാറൊന്നും കിട്ടത്തില്ല, ഒരു കാര്യം ചെയ്യ് നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ്. അതേസമയം ഇവിടെ കാണിക്കുന്ന ടീയുടെ അങ്കന്നെയാണ്. അയാളാന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ് മാത്രം ചെയ്യുന്ന ഒരാളാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടീ ഉണ്ട്. ടീ വിളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ചധികം പിള്ളേരുടെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യണമെന്ന്, എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുമ്പോഴേ ഇവനാണെങ്കിൽ അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്, അത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേ ഇയാളാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ എന്റെ സ്ഥലത്ത് നിന്ന് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. അതേപോലെ തന്നെ നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ നിനക്ക് ക്യാഷും തരത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ മെഡിസിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നീ എവിടെ പോയി നോപ്പിക്കാന്നൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേണം, എനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആണ്, ലാർജ് എമൗണ്ട് ആ കിട്ടാനുള്ളതെന്നൊക്കെ പറയുമ്പോൾ ടീ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുകയാണ്. പിറ്റേ ദിവസം ഈ ഷോർട്ട് ഫിലിമിനുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഫസ്റ്റ് കിട്ടുന്നത് ഇവരുടെ ഗ്രൂപ്പിന് തന്നെയാണ്. ഇവരിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവിടേക്കാന്നുണ്ടെങ്കിൽ നോൺ വരുന്നുണ്ട്. നോണിനെ കണ്ടപാടെ തന്നെ ഇവന്മാരെ ഫേസ് റിയാക്ഷൻ അങ്ങ് മാറുവാണ്. ഇവനെ ആരെ എവിടേക്ക് വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിന്നാണെങ്കിൽ ഞാനാ വിളിച്ചു വരുത്തിയത്, അവനല്ലേ സ്ക്രിപ്റ്റ് എഴുതിയത്, അപ്പൊ നമ്മൾ സന്തോഷിക്കുമ്പോൾ അവന് കൂടെ വേണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇതും പറഞ്ഞിട്ട് നമ്മുടെ നോണിനെ നിർത്തിക്കൊണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം അതിലൊരു ഫോട്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ നോണിനെ ഏൽപ്പിക്കുകയാണ്. നീയല്ലേ ഇതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതിയത്, അപ്പൊ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം നൈറ്റ് പാർട്ടി വെക്കുകയാണ്. ഇവര് വിൻ ചെയ്തതിന്റെ പാർട്ടി. അതിന്റെ ഇടയ്ക്ക് വെച്ച് ടോപ്പ് ചോദിക്കുന്നുണ്ട് ജിന്റെ അടുത്ത്, ജിൻ നീ ഗ്രീസിയായിട്ട് ഭയങ്കര കൂട്ടുകെട്ടാണെന്ന് തോന്നുന്നല്ലോ, എന്ത് പറ്റി, നിങ്ങൾക്കിടയിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ജിന്നും ദേഷ്യം വരുന്നുണ്ട്. നീ എന്തോ പറയുന്നത്, അവൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ, അപ്പൊ അവന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വല്ല കാരണമെല്ലാം വേണോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണ ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാ വെറുതെ അവനെ പറ്റി ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്, അവന്റെ ജോലി എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതലായിരുന്നു, അത് അവിടെ കഴിഞ്ഞ് ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലിരിക്കുകയാണ്, നമ്മളിപ്പോ നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, വെറുതെ നീ ഇതിന്റെ ഇടയ്ക്ക് നോണിന്റെ കാര്യം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പൊ ടീക്ക് ഒരു ഡൗട്ട് പോർ, നീ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ നമുക്ക് തിയേറ്ററിൽ ഓടിക്കാൻ പറ്റുമോ, അത് ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ, അതിനുള്ള ക്യാഷ് ഒക്കെ എവിടെ പോയി ചെന്ന് റെഡിയാക്കും, നീ എന്തായാലും നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് അതൊക്കെ ഓക്കെ ആക്കാൻ പറയുന്നുണ്ട്. പോർ അതിന് ഓക്കെ പറയണേ. അടുത്ത സീനിൽ പോറാമിന്റെ അച്ഛന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞങ്ങളാന്നുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോഴേ അമ്മയ്ക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ മോനെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയണേ. അതോ എനിക്കാന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ വേണമെന്ന് പറയണേ. ക്യാമറ വേണമെന്നോ, ക്യാമറയൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ, അതിന്റെ ആവശ്യം എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മളെ പോറാണെങ്കിൽ അമ്മ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാമറ തന്നെ വേണം, ക്യാമറ ഇല്ലാതെ എങ്ങനെയാ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. അച്ഛനാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം മാത്രമാണ് എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണോ ഇത്രയും വില കൂടിയ ക്യാമറ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു പ്ലാൻ കൂടിയുണ്ട്, ഞങ്ങൾ ഇതേ ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് അത് ഞങ്ങൾ തിയേറ്ററിൽ ഓടിക്കാന്ന് വിചാരിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറയുടെ പൈസ തിരിച്ചെടുക്കുകയും ചെയ്യാം, അത് നല്ലൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ അച്ഛനാന്നുണ്ടെങ്കിലും മിണ്ടായിരിക്കാണ്. അമ്മയാണെങ്കിൽ ഞാനിപ്പോ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്ത് വെച്ചെന്ന് അച്ഛനെ മസാജ് ഒക്കെ ചെയ്ത്, നിങ്ങളൊരു പൊളിറ്റീഷ്യൻ അല്ലേ, നമ്മുടെ മോൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അതിൽ സക്സസ് ആവാന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ, പ്ലീസ് ഒന്ന് സമ്മതിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അച്ഛനാന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. ഞാൻ നിനക്ക് ക്യാമറ ഒക്കെ വാങ്ങിച്ചു തരാം, പക്ഷെ നീ ഒരിക്കലും എന്നെ നിരാശനാക്കരുതെന്ന് പറയണേ. അങ്ങനെ ക്യാമറയുടെ കാര്യത്തിൽ ഓക്കെ. പിറ്റേ ദിവസം രാവിലെ ക്ലാസ് റൂമിലാണ് കാണിക്കുന്നത്. നമ്മുടെ പോറിന്റെ അടുത്ത് ഓരോ പയ്യന്മാർ വന്നിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വരുന്ന നമ്മുടെ നോണാണ്. നോണാന്നുണ്ടെങ്കിൽ പോറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹായ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഈ പോറാന്നുണ്ടെങ്കിൽ ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇവൻ തട്ടിയിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ ടോപ്പിന്റെ അടുത്തേക്കാണ്. ടോപ്പാന്നുണ്ടെങ്കിൽ നോണിനെ അങ്ങ് തള്ളി അങ്ങ് ഇടുവാണ്. ആക്ച്വലി ഗൈസ് പോർ മരിച്ചത് നല്ല കാര്യമാണെന്ന് എനിക്കിപ്പോ തോന്നി, ചുമ്മല്ല അവൻ അങ്ങനെ ഒരു പണി കിട്ടിയത്. ആ ഒരു സമയത്ത് രണ്ടുപേര് ക്ലാസ് റൂമിലേക്ക് ഒരു ക്യാമറ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ പോറിന്റെ ക്യാമറയാണ് അത്. മരി ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ ക്യാമറ ഇപ്പോഴും ഇവിടേക്ക് കൊണ്ടുവന്നേന്ന്, അതോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ ജിന്നാണെങ്കിൽ ആ ഒരു ക്യാമറ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിംഗ് ആണല്ലോ ഇഷ്ടം. അവനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മുടെ നോണിന്റെ ഫോട്ടോ തന്നെയാണ്. നോണാന്നുണ്ടെങ്കിൽ പകുതി തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിയുന്നുണ്ട്. ഇത് കാണുമ്പോഴും നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുക നമ്മുടെ ടോപ്പിനെയാണ്. ടോപ്പ് ക്ലാസ് റൂമിൽ വന്ന് നോക്കുമ്പോഴേ അവിടെ ഇങ്ങ് ആരെയും കാണുന്നില്ല. അവിടെ ആക്ച്വലി ഫ്ലൂക്ക് ഇരിപ്പുണ്ട്. ഫ്ലൂക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്യാമറ ഉണ്ട്. ഈ ക്യാമറ കാണുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള
ഉള്ളിലുള്ള ക്യാമറ അല്ലേ, അതൊന്ന് എടുത്തു നോക്കണോ നമ്മുടെ ടോപ്പിന് ഒരു ആഗ്രഹം ഉണ്ടാവാണ്. അവനാന്നുണ്ടെങ്കിൽ ആ ക്യാമറ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. നോക്കി 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 വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് ക്യാമറ താഴത്തേക്ക് വന്ന് വീണ് പൊട്ടിപ്പോവാണ്. ഇവൻ പെട്ടെന്ന് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടേക്ക് ടീ വരുവാണ്. ടീ വന്ന പാടെ തന്നെ ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും, എന്റെ കയ്യിൽ ഇത്രയധികം ക്യാഷ് ഒന്നും ഇല്ല അത് വാങ്ങിച്ചൊക്കെ കൊടുക്കാൻ, ഇനിയിപ്പോ എന്തോ ചെയ്യടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീ എടുത്ത് ചോദിക്കുമ്പോൾ ടീ ആണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടടാ, നീ ക്യാമറ അവിടെ വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ടീ അവിടെ നടന്നു പോകുന്നുണ്ട്. ടോപ്പാന്നാണെങ്കിൽ പെട്ടെന്ന് ആ ക്യാമറ ഒക്കെ വെച്ച് അടച്ചു വെച്ചിട്ട് നേരെ ഫ്ലോക്കിന്റെ അടുത്തേക്ക് വരികയാണ്. ഫ്ലോക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ ആരുടെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നോണാണെങ്കിൽ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് ടീ വരുന്നുണ്ട്. ടീ അടുത്തേക്ക് വന്നിരുന്ന പടം തന്നെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു, ഞങ്ങൾ പ്രൊഡക്ഷൻ ടീമിൽ നിന്നെയും കൂടി എടുക്കാനെന്ന്. ഇതേക്കുന്ന നോണാന്നുണ്ടെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ട് എല്ലാവരും ഇതിൽ ഓക്കെ ആണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ആ എല്ലാവരും ഇതിൽ ഓക്കെ ആണ്, പോറെന്ന് പറഞ്ഞ ഡയറക്ടർ അല്ലേ, ബാക്കി എല്ലാവരും ആക്ടേഴ്സ് ആണ്, അപ്പൊ പിന്നെ ക്യാമറയുടെ കാര്യം നോക്കാൻ ആരും തന്നെ ഇല്ല, നീ ഒരു കാര്യം ചെയ്യും, നീ ക്യാമറമാൻ ആവാൻ പറയുന്നുണ്ട്. ഇതേക്കുന്ന നോണാന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല, അതിനിപ്പോ എന്താ, അതോ അവിടെ ക്യാമറ ഇരിക്കുമല്ലേ, നീ അത് എടുത്തോണ്ടോ, അതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാന്ന് നമ്മുടെ ടീയും. ഇവനാന്നുണ്ടെങ്കിൽ അതിപ്പോ ഒന്നും വേണ്ട പിന്നെ മതി എന്ന് പറയുമ്പോഴേ ടീ ആണെങ്കിൽ അതിപ്പോ എങ്ങനെ ഇപ്പൊ തന്നെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരത്തില്ലേ, അതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറയുമ്പോഴേ നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറ എടുത്തോണ്ട് വരുവാണ്. ക്യാമറ എടുത്തോണ്ട് വരുന്ന വഴിയിൽ ടോപ്പാണെങ്കിൽ കാല് നീട്ടി വെക്കുന്നുണ്ട്. നോണാന്നുണ്ടെങ്കിൽ ആ കാല് തട്ടിങ്ങ് താഴത്തേക്ക് വന്ന് പറഞ്ഞു വരുവാണ്. പക്ഷെ ക്യാമറ താഴെ തട്ടുന്നില്ല. ആ ഒരു സമയത്ത് ജിന്ന് പെട്ടത് വന്നിട്ട് അവനെ പിടിച്ചെഴുന്നേപ്പിക്കാണ്. ഓർണാണെങ്കിൽ നല്ല തന്നെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്ത് പരിപാടി കാണിച്ചത്, എന്റെ ക്യാമറ പൊട്ടിച്ചില്ലേ, നീ എന്തിനാണ് എന്റെ ക്യാമറ എടുത്തതെന്ന് പറഞ്ഞു ക്യാമറ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് തട്ടിയൊക്കെ നോക്കുമ്പോൾ അത് ഓൺ ആവുന്നില്ല. ഇത് കാണുന്ന നമ്മുടെ ജിന്നാന്നുണ്ടെങ്കിൽ ഇഞ്ഞെടുത്ത് ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ നോക്കിയിട്ട് ഈ ഒരു ക്യാമറ ഇപ്പൊ പൊട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇത് മുമ്പേ പൊട്ടിയിരുന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ടീ നിനക്ക് ഇതിനെ പറ്റി വല്ല അറിയാന്ന് ചോദിക്കുമ്പോൾ ടീ ആണെങ്കിൽ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഞാൻ ഓന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു നമ്മുടെ ക്യാമറമാൻ ആകാൻ പറ്റുമെന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇത് പഠിപ്പിച്ചു തരാൻ, പോയി എടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഇതിപ്പോ പൊട്ടിയതിന് കാണക്കാരൻ ഞാനൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവന്മാർ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ക്യാമറമാന് പോറല്ലേ, നിനക്ക് അതിനെ പറ്റി അറിയത്തില്ലേ എന്നൊക്കെ. അയ്യോ ആ ഒരു കാര്യം ഞാനങ്ങ് മറന്നുപോയി, ഞാൻ വിചാരിച്ച പോറ് ഡയറക്ടർ ആയിരിക്കുന്നു, ഇത് എന്റെ കയ്യിൽ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ പോറാന്നുണ്ടെങ്കിൽ അതിലൊന്നും ഓക്കെ ആവുന്നില്ല, എനിക്കൊന്നും അറിയണ്ട, എന്റെ ക്യാമറ പൊട്ടിച്ചത് നോണാണ്, അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ പോയിച്ചെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ക്യാഷ് എല്ലാം എനിക്ക് കൊണ്ടു തരണം, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഇവർ തലക്കിട്ട് ഒരു തട്ട് വെച്ച് അങ്ങ് കൊടുക്കുവാണ്. പെട്ടെന്ന് തന്നെ ജിന്നാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ അന്നത്തെ ദിവസം വൈകിട്ട് നോണാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുവാണ് അമ്മയടുത്താന്നുണ്ടെങ്കിൽ ക്യാഷ് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മയാന്നുണ്ടെങ്കിൽ ഇവന്റെ സഹോദരനായിട്ടുള്ള ന്യൂ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ ഈ മാസമാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അയക്കാൻ ഞങ്ങളിൽ ക്യാഷ് ഇല്ല, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്ന കേൾക്കുമ്പോഴും നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ക്യാഷ് ചോദിക്കാൻ പറ്റുന്നില്ല. അവൻ നേരെ റൂമിലേക്ക് വരുവാണ്. റൂമിലേക്ക് വന്ന പടം തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഫ്രസ്ട്രേഷൻ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവനാന്നുണ്ടെങ്കിൽ ഒരുപാട് മെഡിസിൻ എടുക്കുന്നുണ്ട്. മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മെഡിസിൻ മാത്രമാണ് കഴിക്കാറ്, പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെഡിസിൻ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഒരുമാതിരി തലയ്ക്ക് വട്ട് പിടിച്ച രീതിയിൽ ഇവനാന്നുണ്ടെങ്കിൽ അത് വായിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് അന്ന് നമ്മുടെ ജിൻ വരുവാണ്. അതിനുശേഷം രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജിൻ പറയുന്നുണ്ട് നീ ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട, ഓറിന്റെയിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് നീ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. പക്ഷെ നോണാന്നുണ്ടെങ്കിൽ അതിനൊന്നും തയ്യാറാവുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ആ ഒരു ക്യാമറ പൊട്ടിച്ച ഞാനാണ്, അപ്പൊ അതിന്റെ ക്യാഷ് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഓൺലൈനിൽ ഒരുപാട് ഫോട്ടോസ് ഒക്കെ വിൽക്കുന്നുണ്ട്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് നിനക്ക് കിട്ടുമെന്ന്. ഇതേക്ക് തന്നെ ഓണാന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ ക്യാഷ് കിട്ടുന്നത്, ആകെപ്പാട് കുറച്ച് ക്യാഷല്ലേ കിട്ടത്തുള്ളൂ, അത് വെച്ച് എന്ത് ചെയ്യാനാണെന്ന്. ഇതേക്കുന്ന ചിന്നാണെങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്, ഈ വഴിയെങ്കിലും നിനക്ക് കുറച്ച് ക്യാഷ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന്. ഇവര് തമ്മിലുള്ള ബന്ധം എവിടെ ചെന്ന് അവസാനിക്കോ എന്തോന്ന്. അടുത്ത ദിവസം വിഷമിച്ചിരിക്കുന്ന നോന്റെ അടുത്തേക്ക് പുതിയ ഐഡിയ ആയിട്ട് നമ്മുടെ ടീ വരുവാണ്. അടുത്തേക്ക് വന്നിരുന്ന പടം തന്നെ എനിക്ക് നിന്നെ പറ്റി ആലോചിച്ചൊരു വിഷമമുണ്ട്, ആ ഒരു ക്യാമറ പൊട്ടിപ്പോയില്ലേ, അതിനുള്ള ക്യാഷ് നീ ഇനിയിപ്പോ എവിടാ പോകുന്നത്, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നീ അതേപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടുന്ന ക്യാഷ് ഒക്കെ കിട്ടുമെന്ന്. അത് എന്ത് ഐഡിയ എന്ന് നോണും ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, നീ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിന് നമ്പർ എന്റെ കയ്യിൽ തരിക, അത്രമാത്രം നീ ചെയ്താൽ മതി. അതേപോലെ തന്നെ നീ വേറെ ആൾക്കാരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുക, അങ്ങനെയാണെങ്കിൽ നിനക്ക് 30,000 ബാത്തുവരെ കിട്ടും എന്നൊക്കെ പറയുമ്പോഴേ നോണാന്നുണ്ടെങ്കിൽ ഡൗട്ട് അടിക്കുന്നുണ്ട്. എന്റെ പേരിൽ ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരുവാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവത്തില്ലേന്ന്. ഇതേക്ക് നമ്മുടെ ടീ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ, ഞാൻ നിന്നെ പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ടാ ഇത് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, നിനക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ടീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരുമ്പോൾ നമ്മളെ നോണാണെങ്കിൽ എന്നാ പിന്നെ ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. പാവം നമ്മുടെ നോണാന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിലും പിന്നെ ചതിക്കപ്പെടാൻ വേണ്ടി പോവാണ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പൊ ഓക്കെ ബേബ്സ്, ടാറ്റാ ബൈ ബൈ.